കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന മുഖ്യമന്ത്രി ചർച്ചകളെ സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയായി വിശേഷിപ്പിച്ച് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത്. ഫലം വരുന്നതിന് മുൻപ് തന്നെ ആര് നയിക്കുമെന്ന ചർച്ചകൾ ഉയരുന്നത് പാർട്ടിക്ക് ക്ഷീണമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള നേതൃമാറ്റത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചും മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കാണ് സുധാകരൻ തനതായ ശൈലിയിൽ മറുപടി നൽകിയത്. പാർട്ടിക്കുള്ളിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നത് പുതിയ കാര്യമല്ലെന്നും മുൻപും കേരളം ഇത് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ ചർച്ചകൾ നടക്കാം. അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഇതിൽ എന്തിനാണ് അത്ഭുതപ്പെടുന്നത് എന്ന് സുധാകരൻ ചോദിച്ചു. വ്യക്തികളല്ല, മറിച്ച് പാർട്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതെന്നും അതിൽ യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾ പാർട്ടിയെ തളർത്തുന്നു എന്ന വാദത്തെ അദ്ദേഹം തള്ളി. ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ആരുടെയെങ്കിലും അഭിപ്രായത്തെ ചോദ്യം ചെയ്യാൻ താനില്ലെന്നും പാർട്ടിയിൽ ആർക്കും കാര്യങ്ങൾ തുറന്നു പറയാമെന്നും സുധാകരൻ വ്യക്തമാക്കി. ഫലം വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുന്നതിനെ പരിഹസിച്ചവർക്കെതിരെയും സുധാകരൻ ആഞ്ഞടിച്ചു. കേരളത്തിൽ ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടില്ലേ? ഫലം വരുന്നതിന് മുൻപ് ചർച്ചകൾ നടക്കുന്നത് പാരമ്പര്യമാണ്. പുതിയ തലമുറയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇത് അറിയില്ലായിരിക്കുമെന്ന് അദ്ദേഹം പരിഹസിച്ചു. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ പ്രശംസിച്ച് കെ സുധാകരൻ ഇട്ട സോഷ്യൽ മീഡിയ പോസ്റ്റ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണുഗോപാലിന്റെ പേര് സുധാകരൻ പരോക്ഷമായി ഉയർത്തുകയാണോ എന്ന സംശയമാണ് പലരും പ്രകടിപ്പിച്ചത്. ഈ പോസ്റ്റിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിക്കവെയാണ് പാർട്ടിയിൽ തീരുമാനമാകുന്നതുവരെ ചർച്ചകൾ തുടരാമെന്ന ഉറച്ച നിലപാട് സുധാകരൻ സ്വീകരിച്ചത്. ആർക്കും ഏത് അഭിപ്രായവും സ്വീകരിക്കാനോ തള്ളിക്കളയാനോ ഉള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു ഗ്രൂപ്പ് തർക്കമായി കാണേണ്ടതില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയും ശൈലിയുമാണ് ഇപ്പോൾ കാണുന്നത്. തീരുമാനങ്ങൾ ഹൈക്കമാൻഡാണ് എടുക്കുന്നതെങ്കിലും അതിനു മുൻപ് താഴെ തട്ടിൽ ചർച്ചകൾ നടക്കുന്നത് പാർട്ടിയുടെ കരുത്താണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അഭിപ്രായം പറയാനുള്ള അവകാശം ഓരോ പ്രവർത്തകനും നേതാവിനുമുണ്ടെന്ന് ആവർത്തിച്ച സുധാകരൻ ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്നും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. വരാനിരിക്കുന്ന ഫലം അനുകൂലമാകുമെന്നതും അർഹമായ സമയത്ത് അർഹമായ തീരുമാനമുണ്ടാകുമെന്നതും പറഞ്ഞാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.